കരുണയുടെ വിജയം. വിശുദ്ധ ഫൗസ്റ്റീനായുടെ ആത്മീയ വീക്ഷണങ്ങളെ അടിസ്ഥാനമാക്കി ഈശോയുടെ പീഡാനുഭവ ചരിത്രം. ഗെത്സമനിലെ ആ രാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഈശോ ഒറ്റയ്ക്കായിരുന്നു. വേദന ഹൃദയം നിറഞ്ഞപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, പിതാവേ, സാധ്യമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല, അവിടുത്തെ ഹിതം പോലെ ആകട്ടെ. ഗെത്സമേൻ തോട്ടത്തിലെ അവിടുത്തെ ഈ വലിയ ഏകാന്തത പോളണ്ടിലെ കൊച്ചു ദേവാലയത്തിലിരുന്ന് അവൾ അനുഭവിച്ചു. കർത്താവെ, ഞാൻ ഇവിടെയുണ്ട്, ഞാനങ്ങേ ആശ്വസിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്നവൾ നിശബ്ദം മന്ത്രിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ വിശുദ്ധ ഫൗസ്റ്റീന തിരിച്ചറിഞ്ഞു, ഈശോ വേദനിച്ചത് ഗെത്സമേൻ തോട്ടത്തിലെ ഏകാന്തത കൊണ്ടല്ല, മറിച്ച് മനുഷ്യരുടെ അവഗണനയും അവിശ്വാസവും കൊണ്ടാണെന്ന്. ഈശോ ചമ്മട്ടി കൊണ്ട് അടിക്കപ്പെട്ടു, മുൾക്കിരീടം ചൂടിക്കപ്പെട്ടു, കൈകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടു. എന്നാൽ ഓരോ മുറിവും സ്നേഹത്തിൻ്റെ ഭാഷയായി. നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റു എന്ന യേശയ്യാ പ്രവചനം അങ്ങനെ നിറവേറി. കുരിശിൽ തൂങ്ങിക്കിടക്കുമ്പോൾ പോലും അവിടുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു, പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ലല്ലോ. അത് ശിക്ഷയുടെ വാക്കല്ല, കരുണയുടെ മഹാപ്രഖ്യാപനമായിരുന്നു. ഭൂമി നടുങ്ങി, കല്ലറ അടഞ്ഞു, പ്രകാശം മറഞ്ഞു പോയതുപോലെ ഭൂമിയിൽ അന്ധകാരം വ്യാപിച്ചു. പക്ഷേ കരുണയുടെ വാതിലടഞ്ഞില്ല. വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ ഇങ്ങനെ കുറിച്ചു വെച്ചു, ഈശോ പറയുന്നു, മനുഷ്യരാശിക്ക് വേണ്ടി എൻ്റെ ഹൃദയം തുറന്നു. കരുണയുടെ ഉറവയിൽ നിന്ന് അവർ ജീവൻ എടുക്കട്ടെ. അതെ, അവിടുത്തെ ഹൃദയം കുത്തി തുറക്കപ്പെട്ടപ്പോൾ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകി. അത് ലോകത്തിനുള്ള കരുണയുടെ മഹാസമുദ്രമായി. ഇരുണ്ട കല്ലറ, എങ്ങും നിശബ്ദതയും രോദനവും. എന്നാൽ മനുഷ്യർ തങ്ങളുടെ ദൗർബല്യത്തിൽ ഭയപ്പെട്ടപ്പോഴും ആ കല്ലറയ്ക്ക് അവിടുത്തെ ശരീരത്തെ താങ്ങാനായില്ല. വിശുദ്ധ ഫൗസ്റ്റീന തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി ചേർത്തു, അവൻ നമ്മോട് പറയുന്നു, നിന്റെ ദൗർബല്യത്തിൽ ഭയപ്പെടേണ്ടതില്ല, ഞാൻ നിന്റെ ശക്തിയാണ്, എന്നേക്കുമുള്ള നിന്റെ അഭയവും ശക്തി കേന്ദ്രവും. ചേതനയറ്റ തൻ്റെ പ്രിയപുത്രൻ്റെ ശരീരം മടിയിൽ കിടത്തിയപ്പോൾ പതറാത്ത പരിശുദ്ധ അമ്മയെപ്പോലെ അവളുടെ ഹൃദയം ഈ സത്യത്തിൽ വിശ്രമിച്ചു. വിശുദ്ധ ഫൗസ്റ്റീന വീണ്ടും ഇപ്രകാരം തൻ്റെ ഡയറിയിൽ കുറിച്ചു, ഈശോ പറയുന്നു, എൻ്റെ കരുണയിൽ വിശ്വാസം വയ്ക്കുന്ന ആത്മാവ് എന്നും സന്തോഷിക്കും. ഞാനതിനെ എൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കും. അതെ, ഇന്നത്തെ നമ്മുടെ വേദനകളിൽ, നമ്മുടെ കണ്ണീരിൽ, നമ്മുടെ സംശയങ്ങളിൽ കുരിശ് നമ്മെ പഠിപ്പിക്കുന്നു, സ്നേഹമൊരിക്കലും തോൽക്കില്ല എന്ന്. അവിടുത്തെ ഉദ്ധാനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, പ്രത്യാശ ജീവനോടെ ഉണ്ടെന്ന്. ഇതാണ് കരുണയുടെ വിജയം, അവൻ ഉയർത്തെഴുന്നേറ്റു എന്നത്. ക്രൂശിൽ തൂകി
ഈശോയുടെ